ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ മാജിക് വേർഡ്സ് മലയാളം ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇപ്പം നമുക്ക് ജൂൺ ഇത്രയായി എങ്കിൽ കൂടി ജൂൺ മാസത്തെ ലവ് റീഡിംഗ്, കരിയർ റീഡിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ജൂൺ മാസം എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. എന്നത്തെ പോലെ 2 കാർഡാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് 7 ഓഫ് എർത്ത് ആൻഡ് സെക്കൻഡ് കാർഡ് 9 ഓഫ് ഫയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് ദിസ് ബ്യൂട്ടിഫുൾ കാർഡ് 7 ഓഫ് എർത്ത് ആൻഡ് സെക്കൻഡ് കാർഡ് 9 of fire. Okay, you can choose intuitively. Okay, let's read about first card. Okay, first card 7 of earth choose ചെയ്ത ആൾക്കാരുടെ റീഡിംഗിലോട്ട് പോവാം. നിങ്ങൾക്ക് ഈ ജൂൺ മാസം എങ്ങനെ, അതാണ് നമ്മുടെ ടോപ്പിക് കേട്ടോ. Okay, the wheel of fortune is a little bit stuck, reverse. Okay, and the bottom of the deck is temperance. Okay, clarifying the wheel of fortune reverse. Okay, wow, the sun and the bottom of the deck, the emperor. Wow, yeah, I like it. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് കാലെടുത്ത് നിൽക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ കരിയർ, എന്ത് തന്നെയായാലും ഇത്തിരി സ്റ്റെക്കാണ് കാണുന്നത്, മിസ്ഫോർച്യൂൺ ആണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു തടസ്സമുണ്ട്. അതായത് സമയം, നിങ്ങളുടെ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമല്ല. ബിക്കോസ് നമുക്ക് ഇവിടെ കിട്ടിയത് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡ് റിവേഴ്സ് ആണ്. ബട്ട് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് ലിയോ മന്തിൽ നിങ്ങൾക്ക് ഈ വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമായിരിക്കും. ഓക്കെ, ആൻഡ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മിഡ് ടൈമിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ അനുകൂലമായിട്ട് വരും. ആൻഡ് ദെൻ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് എന്ന കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യാൻ എടുത്ത കാർഡ് നമുക്ക് കിട്ടിയ ഡെക്കിന്റെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദ എംബ്രർ. ഓക്കെ, ഇവിടെ ഹ്യൂജ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർ മോസ്റ്റ് ഓഫ് ദം ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയിലുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയാക് അലൈൻമെന്റിൽ ഇപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് വൈബ് ആണ്. ഓക്കെ, മോസ്റ്റ്ലി അതാണ് കാണുന്നത്. ഈ 4 കാർഡും ഫയർ എലമെന്റ് ആണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ദ സൺ ആൻഡ് ദ ടെമ്പറൻസ് ആൻഡ് ദ എംബ്രർ. എംബ്രർ is Aries and here have Aries, Leo, Sagittarius vibe more, Sagittarius vibe is more, and here Leo vibe is more, and here also have Aries, Leo, Sagittarius vibe is almost here. And പിന്നെ ഒരു നിങ്ങളുടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജീസ് ഓൾസോ ഹിയർ. ബിക്കോസ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ 7 ഓഫ് എർത്ത് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൾ. ഓക്കെ, നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പം മെച്യൂരിറ്റി ആയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ ഒരു കുട്ടി ഉണ്ടാവും. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ ആഫ്റ്റർ മാരീഡ് ലൈഫ് ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു കുട്ടി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ടൈമിംഗ് ആണ്. എസ്പെഷ്യലി ജൂണിന്റെ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു, ഇത്തിരി മിസ്ഫോർച്യൂൺ ആണ്. എങ്കിൽ കൂടി ലവ് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നടക്കാൻ സാധ്യതയുണ്ട് ജൂൺ മന്തിൽ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത് ഹാപ്പി ആവാൻ പോകുന്നത് ലിയോ മന്തിലായിരിക്കും. ബിക്കോസ് വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് ഇവിടെ ഇത്തിരി നെഗറ്റീവ് ആണ്, ബട്ട് ഇവിടെ ലിയോ മന്തിൽ അത് ഹാപ്പിയാണ്. പിന്നെ ആ ഒരു പേഴ്സൺ ഓൺ ദി വേ ടു യു. ആൻഡ് ദെൻ നിങ്ങൾക്ക് ന്യൂ ഒരു പേഴ്സൺ ആണെങ്കിലും നമുക്ക് ലിയോ മന്തിലാണ് പോസിബിലിറ്റീസ് കാണുന്നത്. ആൻഡ് ജൂൺ മന്തിൽ നിങ്ങൾ ടിൻ ഫ്ലെയിമിലായിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് ഇത് കാണുന്നവർ മുഴുവൻ ടിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ടിൻ ഫ്ലെയിം കണക്ഷനിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ബാക്കിയുള്ളവര് സോൾമേറ്റ് കണക്ഷനിലാണ്. ആൻഡ് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഏരീസ് ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഏരീസ് ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജൂൺ മന്തിൽ കടന്നു വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി, നിങ്ങൾ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു സമയം, ഈ ഒരു ജൂൺ മാസം, നമുക്കറിയാം ജൂൺ മാസം എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കുന്ന, ഓപ്പൺ ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ജൂൺ മാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഏതൊരു കാര്യമായാലും ബേസിക് നോളജോട് കൂടി പഠിച്ചെടുക്കാൻ പറ്റുന്ന, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉദിക്കുന്ന ഒരു സമയം. ഓക്കെ, സൺ ഈസ് ഹിയർ, സ്റ്റുഡന്റ് ഈസ് ഹിയർ. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എയിം ചെയ്യാനും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും, അതായത് സ്റ്റുഡൻസിന്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ ഒരു അഭിവൃദ്ധി ഞാനിവിടെ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് 4 years ഡിഫറൻസ്, 3 to 4 years ഡിഫറൻസ് ആണെങ്കിലും ഇവിടെ ആ ഒരു പേഴ്സൺ വരാനുള്ള സാധ്യത, ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള ആൾക്കാർക്കും വരാനുള്ള സാധ്യത കാണുന്നു. ഏരീസ് ആണ് നിങ്ങളുടെ പേഴ്സൺ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ മെൻ ഏരീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീകൺസിലേഷനുള്ള പോസിബിലിറ്റീസ് കാണുന്നു. ആൻഡ് ദെൻ വിൽ റീഡ് വിത്ത് മോർ കാർഡ്സ്. ബട്ട് ബിസിനസ്, ജോബ്, അവിടെയൊക്കെ ഒരു മിസ്ഫോർച്യൂൺ തന്നെയാണ് കാണുന്നത്. ഓക്കെ, we'll get 2 cards. Okay, look with new eyes and create a change that awaits you. Yeah, നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഹോപ്പ് ഈ ഒരു ടൈമിൽ, ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്കൊരു ഹോപ്പ് നിറഞ്ഞതായിരിക്കും. അതായത് പ്രതീക്ഷയുടെ നാളുകളായിരിക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവായിട്ടുള്ള സിമ്പിൾസ്, പോസിറ്റീവായിട്ടുള്ള എന്താ പറയാ സയൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെയൊക്കെ ഒരു ടൈമിങ്, ഇത്രയും കാൽക്കുലേഷൻ നമ്പേഴ്സ് ഒക്കെ ഓർത്ത് വെക്കുക. 4, 3 ആൻഡ് ദെൻ ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ഏരീസ്, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ്. ആ ഒരു ഏരീസ് മാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏരീസിൽ സാജിറ്റേറിയസ് വൈബിലുള്ള ഒരു പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴ ആ ഒരു ദേഷ്യം, ആ ഒരു ഫയർ എലമെന്റിനെ തണുപ്പിച്ച് നിങ്ങൾക്ക് ഫേവറബിൾ ആക്കി തരാനുള്ള സാധ്യതയുണ്ട്. Queen of the Unicorn, you are blessed with love, compassion and wisdom strongly. ഈ ഒരു ജൂൺ മാസം നിങ്ങൾക്ക് ലവ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ളവരുടെ ഒരു പ്രപ്പോസൽ, അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹെർമിറ്റ് മോഡിൽ, പ്യൂപ്പ മോഡിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈ ആവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദെൻ അഗെയിൻ 4 and 3, ഞാൻ പറഞ്ഞില്ലേ 3ഉം 4ഉം ഇയേഴ്സ് ഡിഫറൻസ് ആണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ദെൻ ഹിയർ ഇവിടെ ഒരുപാട് 4 കാണുന്നുണ്ട്. ഇവിടെ 4 ഉണ്ട്. Okay, look at this 4. Okay, and then here also have 14. Here have 14, also have 4, 14. Okay, 14 is here. Look at here, the 14 and the 14. So it's about very magical. I think here also have 4. 1, 2, 3, 4 is here. It's a magical angel number. So I think marriage proposal, അതായത് നിങ്ങൾക്ക് മാരേജിലേക്ക് എത്തുന്ന തരത്തിലുള്ള പ്രപ്പോസലുകൾ ഈ സമയത്ത് വരുന്ന ഈ ജൂൺ മന്തിൽ നിങ്ങൾക്ക് വരുന്ന പ്രപ്പോസലുകൾ മാരേജിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എനർജി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ന്യൂ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ, ജോലി, അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത്തിരി മിസ്ഫോർച്യൂൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ ജൂണിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ലിയോ മന്തിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ലിയോ മന്തിലായിരിക്കും. അല്ലെങ്കിൽ എക്സാം കണ്ടക്ട്, അതായത് ഇപ്പൊ പഠിക്കുന്നതിന്റെ എക്സാം നടക്കുന്നത് ആ ഒരു ലിയോ മന്തിലായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു ആള് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാലും ആ ഒരു പേഴ്സണായിട്ട് മാരേജിനുള്ള സാധ്യത ലിയോ മന്തിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആള് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നാലും അതിന്റെ ഫർദർ ആക്ഷൻസ്, അതിന്റെ ഫർദർ റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്നതും ലിയോ മന്തിലായിരിക്കും. കാരണം ഇപ്പോൾ ഒന്നും മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, and the bottom of the deck is also positive card. Pegasus, open your heart to love and joy. Definitely എനിക്ക് തോന്നി ഒരു ജൂൺ മന്ത് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ലവിന്റെ മന്ത് ആണ്. ഒരുപാട് ഹാപ്പിനെസ്, നിങ്ങളൊരു ഡ്രീം വേൾഡിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കും. വാവ്, എന്റെ എല്ലാ കാര്യങ്ങളും ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്കറിയാം നമ്മളുടെ ഈ ഒരു unicorn have feather wings. Okay, and here also have the heart. You can see it, I think. Okay, heart undo. Your person is come towards you. I think he is from Ireland, maybe new person, and maybe this person coming from Ireland, Cayman or New Zealand, very beautiful place from Australia. Maybe you're from also have abroad like Gulf countries too, but especially I think Ireland is here and beautiful land. Okay, here also have 4. The 4 is also here. 4 and 5 is repeated here because 1, 4 is 5 and
4, 1 is also 5, and here also have 4. Okay, 4 and 1 and 5 is here. So 5 and 4 is repeated here. So yeah, it's angel number 4 and 5 is repeated here. So it's beautiful. Okay, and then one more card for you guys. What blessing? What special? Okay, a blessing on your wisdom. Yeah, the beauty. Yeah, I think you are intuitive. Yeah, here have some നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ some dreams or some ആനിമൽസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബേർഡ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഐ മീൻ യു ആർ എ വിച്ച്, നിങ്ങൾ ഒരു വിച്ചായിട്ട് കോണ്ടാക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ദെൻ yeah, it's about wisdom. Yeah, you can found your aura. Okay, yeah, maybe your person have oracle or you have oracle in past life, or you are now achieved some aura power, and it's create beautiful life. Yeah, it's beautiful. I think this lady is intuitive and she is a witch. Yeah, someone guide you properly. It's awesome. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്നും വീഡിയോ ഇടുന്നതായിരിക്കും. ആർക്കും പേഴ്സണൽ റീഡിംഗ് അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലാത്തവർ കമന്റ് സെക്ഷൻ ചോദിച്ചാൽ അത്. ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് കാർഡ് നൈൻ ഓഫ് ഫയർ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഈ ജൂൺ മന്ത് എങ്ങനെയായിരിക്കും, എസ്പെഷ്യലി ലവ് ആൻഡ് കരിയർ ലൈഫ് ആൻഡ് എവറിത്തിങ് ഐ വിൽ സേവ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, ദ സ്ട്രെങ്ത്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ആൻഡ് ദി ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് കം ലൈക്ക് ജസ്റ്റിസ്. ഓക്കെ, വിൽ റീഡ് വിത്ത് മോർ കാർഡ്സ്. Clarify the strength of art. Okay, the 6 of Pentacles and the bottom of the deck, the Chariot. Okay, the Chariot. Okay, okay, let's read about it. First of all, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജൂൺ മന്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൽ പവർ വളരെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അത് ഫിസിക്കലി ആൻഡ് നിങ്ങൾ മെന്റലി. ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത്, നിങ്ങളുടെ ഫുഡിങ്, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇഫ് നിങ്ങളത് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ആ ഹെൽത്ത്, നിങ്ങളുടെ ഫുഡിങ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക, കഴിക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അലേർട്ട് ആണ്. അതുപോലെ തന്നെ ഈ ടൈമിൽ സ്ട്രെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇൻവോൾവ്ഡ് ആവാനുള്ള സാധ്യത. നമുക്കറിയാം ജിം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ അല്ലെങ്കിൽ കൂടി നമുക്ക് ഗ്രൗണ്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. യോഗ പ്രാക്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദ മെഡിറ്റേഷനിലേക്ക് വരാം, മാനിഫെസ്റ്റേഷൻ ഒക്കെ കൂടുതൽ ട്രൈ ചെയ്യുക, മന്ത്ര, അതുപോലെ നിങ്ങളുടെ എനർജിയുമായി ബന്ധപ്പെട്ടത് എന്തെങ്കിലും പോയി ചെയ്യല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഹിയർ ഹാവ് ലിബ്ര വൈബ്. ഓക്കെ, ലിബ്ര വൈബ് ഇസ് ഹിയർ. ദ ജസ്റ്റിസ് കാർഡ് ഇസ് സേയിങ് അബൌട്ട് ലിബ്ര ആൻഡ് ഹിയർ ഓൾസോ ഹാവ് ദ ലിബ്ര. ഓക്കെ, ഹിയർ ഹാവ് ലിബ്ര, ദ ബാലൻസ്. ഓക്കെ, ലൈഫിൽ ബാലൻസ് കൊണ്ടുവരും. നിങ്ങൾക്ക് പല കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല. നമ്മള് താളം തെറ്റിയ ഒരു അവസ്ഥ പോലെയായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒന്നൊക്കെ ആകുമ്പോൾ ഒന്ന് പോകും, അല്ലെങ്കിൽ ഒന്നും ഓക്കെ ആവില്ല, രണ്ടും എല്ലാം വേറെ വേറെ വഴിക്ക്, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ ജൂൺ മുതൽ നിങ്ങൾക്ക് പലതും നിങ്ങൾക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിന് ഒരു ഓർഡർ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഭക്തി, അതായത് ഡിവോഷണൽ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഈ ഒരു ജൂൺ മന്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ, ഇതിൽ കുറച്ച് പേര് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ ഉള്ളവർക്ക് ഇതിൽ പലരും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മണി, ഓക്കെ, മണി നിങ്ങളുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യത്തിനായി നിങ്ങൾ മണി ചെലവാക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ന്യൂ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ മണി കൊടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും തന്ത്ര മന്ത്ര അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മണി കൊടുക്കും. അതായത് നിങ്ങളുടെ പവർ കൂടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ വേറെ മേ ബി അമ്പലങ്ങളിലേക്ക് ആയാലും നിങ്ങൾ, അല്ലെങ്കിൽ വേറെ എവിടെയായാലും നിങ്ങൾ
ആ ഒരു ഡിവോഷണൽ മേഖലയിൽ നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത, പാവങ്ങളെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അർഹതയില്ലാത്തവന് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെയുള്ള ലവ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജൂൺ മന്ത് നിങ്ങളുടെ നേരെയുള്ള ലവ് ലൈഫ് കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു വേയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പേഴ്സൺ ഈ ഒരു ജൂൺ മന്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ജൂൺ ജൂലൈ ഓക്കെ, ആ ഒരു ടൈമിൽ, ജൂൺ മാത്രമല്ല ജൂൺ ജൂലൈ, because the chariot have 7 number, July 2. So June July ഒരു ടൈമിൽ നിങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ നേർക്ക് വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റിസ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറൊരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് എൻ അലേർട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഓരോ പവർ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കണ്ടു. ഇവിടെ 2 കുതിരകളുണ്ട്. ഈ ഒരു ചാരിയറ്റിന് 2 ഹോഴ്സസ് ഉണ്ട്. അതിലൊരു ഹോഴ്സ് നിങ്ങൾക്ക് ഫേവറബിളും മറ്റേത് വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തോ കാര്യത്തിന് ഫേവർ ആയിട്ടുള്ളൊരു ഇതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ഈ ഒരു പേഴ്സണെ ആകർഷിക്കുകയാണെങ്കിൽ ഈ ഒരു ഡാർക്ക് ഇന്റർഫേസ് മാറി രണ്ടും നിങ്ങളുടെ നേർക്ക് വന്ന് നിങ്ങളുടെ ആ ഒരു പ്രിൻസിനെ അല്ലെങ്കിൽ പ്രിൻസസിനെ നിങ്ങളുടെ നേർക്ക് എത്തിക്കും. അതല്ലെങ്കിൽ ഡാർക്ക് ഇന്റർഫേസ് വന്ന് ഇതിനെ മൂടിക്കൊണ്ട് ആ ഒരു വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ സ്റ്റക്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, എന്തോ ഒരു കാര്യവുമായി നിങ്ങളെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, എല്ലാ കാര്യവും അതെ, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ തന്നെ മാർക്കുള്ള മറ്റൊരാൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അതെ വേറെ പ്രപ്പോസൽസ് വരിക, കമ്പാരിസൺ വന്നുകൊണ്ടിരിക്കും. ഈ ജൂൺ മന്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും മറ്റൊരാളെയും വെച്ച് കമ്പയർ ചെയ്യാനുള്ള സാധ്യത, ഒന്നില്ലെങ്കിൽ ഫാമിലി കരിയർ, അതല്ലെങ്കിൽ വേറെ ശരിക്കും ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനൊരു പരിഹാരം. സ്ട്രെങ്ത് കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നങ്ങൾ മാറും. 9 of Fire ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് മോസ്റ്റ്ലി കാണുന്നത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി ആൻഡ് ലിയോ വൈബ് ഇസ് ഹിയർ. ഓക്കെ, ഓൾമോസ്റ്റ് ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് 2, ബട്ട് കൂടുതൽ കാണുന്നത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആൻഡ് ദ ലിയോ ആൻഡ് Libra is also here. So ഒന്നില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അലൈൻമെന്റിൽ ഈ ഒരു സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഏതെങ്കിലും ഒരു സയൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇതല്ലാത്തൊരു വിഷമിക്കുന്നു വേണ്ട. ആൻഡ് ദെൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ല, കൺഫ്യൂഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്തില്ലെങ്കിൽ കണ്ടോ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മണി സ്പെൻഡ് ചെയ്യാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യത്തിനല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മണി ലോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ വരുമ്പോൾ ഇവിടെയും 2 കാര്യം, ഇവിടെയും 2 കാര്യം, ഇവിടെയും 2 കാര്യം, എല്ലാത്തിലും 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ പ്രപ്പോസൽ തന്നെ ഒന്നിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ ഈ ഒരു മന്ത് നിങ്ങളുടെ ഓരോ പവർ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത. സോ അലർട്ടായിട്ട് ഇരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ജൂലൈയിലെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ന്യൂ പേഴ്സൺ ടു. ഓക്കെ, നല്ലൊരാള് പുതിയതായാലും വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പൈസ കൊടുത്ത് സഹായിച്ച് അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാം. കറക്റ്റായുള്ള അഫർമേഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവാം. അങ്ങനത്തെ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ, അതൊക്കെ നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ടാക്കിയാലാണ് പറ്റുക. ഈ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മിസ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത ഒരു ആക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 50-50യിലാണ് ഈ ഒരു ജൂൺ മന്ത് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ആൻഡ് വാട്ട് ഓക്കെ, ആസ്പിറേഷൻ യു ആർ അൺലിമിറ്റഡ്, സോ എയിം ഫോർ ദ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഓറ പവർ അച്ചീവ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഓറ പവർ എന്നുണ്ടെങ്കിൽ ഇത് വന്ന് ക്യാച്ച് ചെയ്യുക. നിങ്ങളൊരു ഡാർക്ക് ഇൻഡസ്ട്രീസിൽ ഒരു ഡ്രാക്കുള കോട്ടയിൽ ബ്ലോക്ക്ഡ് ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഫ്ലൈ ചെയ്ത് വന്ന് നിങ്ങൾ ഈ ഒരു ഓറ പവർ അച്ചീവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് എന്തും ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പരിമിതികളെ ഓവർകം ചെയ്ത് വന്ന് നിങ്ങൾക്കെല്ലാം എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പറയില്ലേ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. സോ കുന്നോളം തന്നെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ 1 more card. 2 cards are come out. Okay, we'll take Archangel Gabriel,
കാർഡ് ഇൻ ദ പ്യുവർ വൈറ്റ് ലൈറ്റ്. സ്ട്രോങ്ലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ദൈവ ഭക്തി വേണം. ഈ ഒരു ജൂൺ മന്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു മന്തിലുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക്, ചിലർക്കൊക്കെ ജൂൺ മന്തിൽ ലക്കി ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡാർക്ക് ഇന്റർഫേസ് മാറ്റിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് പലതും നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് പോയി. ഓക്കെ, നിങ്ങളിപ്പോ ഒരു കാര്യം, ഇപ്പൊ ഒരു ബസ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള ബസ്സാണ്. പക്ഷെ നിങ്ങളത് ആ സമയത്ത് അവിടെ പോയി നിന്ന് അത് കയറിയില്ല വെച്ചാൽ ആ ബസ് പോയി, പിന്നെ നമുക്ക് ആ ബസ് കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ ആ ബസ് കിട്ടില്ല. സോ നിങ്ങൾ ആ ഒരു ബസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സമയത്തിന് ചെല്ലാൻ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടൈമിനെ, നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കോൾ ആൻഡ് പ്യുവർ വൈറ്റ് ലൈറ്റ് എന്നാണ്, പ്യുവർ വൈറ്റ് ലൈറ്റ്. ആ ഒരു ഉഴക്കി പവർ കൊടുക്കുക. ആൻഡ് വിഷസ് അഗെയിൻ ഇതൊരു അലേർട്ട് ആണ്, അതുപോലെ ഒരു ബ്ലെസ്സിംഗ് കൂടിയാണ്. വിഷസ് ദാറ്റ് മീൻസ് ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ, ആസ് വൺ വിഷ് വിൽ ബി ഗ്രാൻഡഡ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഈ 2 ഓപ്ഷനിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിഷ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് യൂസ് ചെയ്യുക. അത് നല്ലതായിരുന്നാലും ചീത്തയായാലും അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു വിഷസ് ഈ ഒരു ജൂൺ മന്തിൽ ഗ്രാൻഡ് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മോസ്റ്റ് ആയിട്ട് വേണ്ടതായിരിക്കണം. അത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കാര്യമാണ്. റോങ് പേഴ്സണിന് വേണ്ടി വിഷ് ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി വിഷ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എനർജിയുമായി ബന്ധപ്പെട്ട അഫർമേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 90% ആൾക്കാർക്കും ഇത് നിങ്ങളുടെ ആ ഒരു വിഷ് നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് നിങ്ങൾക്ക് അനുയോജ്യമായ വിഷ്, നിങ്ങൾക്ക് നല്ലത് വരുത്തുമെന്ന് ഉറപ്പുള്ള വിഷ്, അതായത് തെറ്റിദ്ധാരണകൾ, നിങ്ങൾക്ക് എന്താ കൺഫ്യൂഷൻസ് ഒക്കെ വരും. സോ കറക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നിങ്ങൾ വിഷ് ചെയ്യുക. നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ആൻഡ് ദെൻ the card will come. 2 cards are come out. Okay, a blessing for good work. Good work. നിങ്ങൾക്ക് കരിയറിൽ ഇംഗ്ലീഷ് അത് ഞാൻ പറഞ്ഞില്ലേ. സോ മണി ഏൺ ചെയ്യാൻ പറ്റും, നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ജൂൺ മന്തിൽ. അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിട്ടാനും അതിലൊരു എന്തെങ്കിലും ഒരു ചെറിയ ഒരു പാരിതോഷികം പോലെ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എല്ലാത്തിനും ടോപ്പ് ആവാൻ ഈ ഒരു ജൂൺ മന്തിൽ നിങ്ങൾക്ക് പറ്റുമെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ എ ബ്ലെസ്സിംഗ് ഫോർ ഹീലിംഗ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ് എന്നാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു സമയത്ത് ഹെൽത്ത്, അതുപോലെ ബ്യൂട്ടി, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത. ബ്ലെസ്സിംഗ് ഫോർ ഹീലിംഗ് ഓഫ് ഇഞ്ചുറി ഓർ ഇൽനെസ്. അല്ലാത്തവർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ, ഇഞ്ചുറീസ് ഒക്കെ വരാൻ സാധ്യത. സോ നമ്മുടെ ബോഡി, നമ്മളുടെ ആ ഒരു ബോഡിയെ കൂടി നമ്മൾ കെയർ ചെയ്യണം. ഈ ഒരു ജൂൺ മന്തിൽ നമുക്കറിയാം മഴക്കാലമാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സോ ഡെഫിനറ്റ്ലി നമ്മൾ അതും കൂടി ഒന്ന് കെയർ ചെയ്യണം. ഒരു അലേർട്ടാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഓറ പവറും കൂടി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫലമായിരിക്കും. നമ്മൾ പിന്നെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ്, അഫർമേഷൻസ് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്യാം. അല്ലാത്തൊരു കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ തന്നെ. ടേക്ക് കെയർ, ബൈ.